ദേവസ്വം ബോർഡ് പ്രസിഡന്റായി CPIM പരിഗണിക്കുന്നത് റിട്ടയർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കും. കെ ജയകുമാർ നിലവിൽ IMG ഡയറക്ടറാണ്. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് ഈവനിംഗ്. വിവരങ്ങൾ. ക്രിസ്റ്റീന, വിവാദ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കാൻ പരിചയസമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥ പ്രമുഖൻ വേണമെന്നാണ് സർക്കാർ കാണുന്നത്, CPIM കാണുന്നത്. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിട്ടയർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ പരിഗണിക്കുന്നത്. ചീഫ് സെക്രട്ടറിയായി റിട്ടയർഡായ ശേഷം കെ ജയകുമാർ ഇപ്പോൾ IMG ഡയറക്ടറുടെ ചുമതല വഹിക്കുകയാണ്. അദ്ദേഹത്തിന് ശബരിമലയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അടക്കമുള്ള സുപ്രധാന പദവികളും നേരത്തെ സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ള സുപ്രധാന പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലും അദ്ദേഹം പരിചയസമ്പന്നനായ ഉദ്യോഗസ്ഥനാണ്. ആ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പരിചയസമ്പത്ത് പരിഗണിച്ചാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ CPIM ആലോചിക്കുന്നത്. CPIM സെക്രട്ടറി ചർച്ച ചെയ്ത പേര് കെ ജയകുമാറിന്റേതാണ് എന്നത് പാർട്ടി നേതൃത്വത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നു. എങ്കിൽ പോലും അന്തിമ തീരുമാനമായി എന്ന് ഈ ഘട്ടത്തിൽ അവർ പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ കൂടി അനുവാദം വാങ്ങി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകൂ. മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനും പ്രഖ്യാപിക്കാനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ ദേവസ്വം മന്ത്രി ഉച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും അത് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റാകാനാണ് സാധ്യത. ചുരുത്ത അല്പസമയം മുമ്പ് MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകളൊന്നുമല്ല, പുറത്തുവിട്ടിരിക്കുന്ന പേരുകളൊന്നുമല്ല എന്നാണ്. അപ്പോൾ ആ സർപ്രൈസ് ആയി വെച്ചിരുന്ന പേര് കെ ജയകുമാറിൻ്റെതാണ് എന്ന ഒരു കാര്യത്തിൽ ഏകദേശം ഒരു സ്ഥിരീകരണമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? സർപ്രൈസായി CPIM കാത്തുവച്ചിരുന്ന പേര് കെ ജയകുമാറിന്റേതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. CPIMന്റെ നേതാക്കളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമേ പ്രഖ്യാപനം വരൂ എന്നതുകൊണ്ട് മാത്രമാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അതേപ്പറ്റി ഒരു പരസ്യ പ്രതികരണത്തിന് മുതിരാത്തത്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും ദേവസ്വം മന്ത്രിയുമായ VN വാസവനും ഇതുതന്നെയാണ് നമ്മളോട് പറയുന്നത്. എന്തായാലും പ്രതികരണം മുഖ്യമന്ത്രിയായിരിക്കും നടത്തുക എന്നാണ്. എന്തായാലും ഈ കെ ജയകുമാർ ഇപ്പോൾ തൃശ്ശൂരിലാണ് ഉള്ളത്. അദ്ദേഹം സ്വകാര്യ പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൃശ്ശൂരിലാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായി നേതൃത്വം ഒരുപക്ഷെ സംസാരിച്ച് കാണും. നേരത്തെ IMG ഡയറക്ടറായി തെരഞ്ഞെടുത്തത് മുഖ്യമന്ത്രിയുടെ ചോയ്സ് ആയിരുന്നു കെ ജയകുമാറിനെ. ഉദ്യോഗസ്ഥ പരിശീലന സംവിധാനത്തിൽ പോരായ്മകളുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ടെന്ന പരിപാടിയിൽ ജയകുമാർ പങ്കെടുത്തൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയായ ജയകുമാറിനെ IMG ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. ഇപ്പോൾ പുതിയൊരു ഉത്തരവാദിത്തം കൂടി CPIM അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അദ്ദേഹം വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പലരും കരുതുന്ന ഒരവസരത്തിലാണല്ലോ ഈ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകാൻ ഒരു ധൈര്യം കാണിക്കുന്നത്. അപ്പോൾ കെ ജയകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് അത്തരത്തിലൊരു പേര് ഒരാളും അങ്ങനെ ഊഹിച്ചു പോലും കാണാൻ സാധ്യതയുള്ള ഒരു പേരല്ലല്ലോ. ക്രിസ്റ്റീന, ഇത്തരം ഒരു പൊതുസമ്മതനായ ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനെ ആയിരിക്കും ഇത്തവണ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്ന് ചില സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം ഈ വിവാദ കാലത്ത് ബോർഡിനെ നയിക്കാനും വിവാദങ്ങളിൽ നിന്നും മറികടക്കാനും സമ്പന്നനായ ഒരാൾ വേണം, അത് പൊതുസമ്മതനായ ഒരാൾ വേണം എന്നതായിരുന്നു CPIM നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട്. കാരണം ഇപ്പോൾ ഇരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം നാമനിർദ്ദേശം ചെയ്ത ആളുകളാണ് ഇപ്പോൾ PS പ്രശാന്തും അജികുമാറും ഒക്കെ. എന്നാൽ അവർ പോലും വിവാദത്തിൽ നിന്ന് മുക്തരല്ല. 2019 സ്വർണ്ണപ്പാളി നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും നിലവിലെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാകുന്ന നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നും മറ്റും ഉണ്ടാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അത്തരമൊരു അന്വേഷണത്തിലേക്ക് അവർ പോയിട്ടില്ലെങ്കിലും ദേവസ്വം ബോർഡിൽ ഇപ്പോഴത്തെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അവിശ്വാസം പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പരിചയസമ്പന്നനായ ഒരു വ്യക്തി എന്നതിൽ പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിചയസമ്പന്നനായ കെ ജയകുമാറിനെ തന്നെ നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന് ഈ മേഖലയിൽ കാര്യമായ പ്രാവീണ്യമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.